കർഷക തൊഴിലാളികളുടെ അവകാശ സമരം ശക്തിപ്പെടുത്തണമെന്ന ആഹ്വാനമായി KSKTU പാലക്കാട് ജില്ലാ കൺവെൻഷൻ. കർഷകരോടും കാർഷിക മേഖലയോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് കൺവെൻഷൻ തീരുമാനിച്ചു. കേരളത്തെയും സാധാരണക്കാരായ കർഷകരെയും ദ്രോഹിക്കുന്ന സമീപനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെയാണ് KSKTUവിന്റെ പാലക്കാട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും പങ്കെടുത്ത കൺവെൻഷൻ KSKTU സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ ആനുകൂല്യ വിതരണം തടസ്സപ്പെടുത്താൻ ഇടയാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ വർഗശത്രുക്കൾ നടത്തുന്ന പ്രചരണമുണ്ട്. ഇതത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്നാണ്. കേന്ദ്ര ഗവൺമെന്റിന് ചെറിയ സഹായമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അവര് ഒരു വീടിന് വേണ്ടി ആകെ നൽകുന്നത് 72,000 രൂപയാണ്. സംസ്ഥാന സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കും കാർഷിക മേഖലയോടുള്ള അവഗണനയ്ക്കുമെതിരെ കർഷകരെ അണിനിരത്തി പ്രതിഷേധം ശക്തമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷനിൽ KSKTU ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ അധ്യക്ഷത വഹിച്ചു. KSKTU നേതാക്കളായ VK ജയപ്രകാശ്, ജമീല, MT ജയപ്രകാശ്, C കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.